നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ മിഥുനക്കൂർ നക്ഷത്രങ്ങൾ, അതായത് മകേര്യം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച നമ്മൾ പറയണത്. ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട് നക്ഷത്രക്കാർക്ക്. ഈ മകേര്യം, തിരുവാതിര, പുണർദം നാളുകാർക്ക് അനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിൽ രംഗം, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബമായിട്ടുള്ള കാര്യങ്ങൾ, ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സമയമാണ്. പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് വന്നു ചേരാം. അതൊരു പ്രധാന ഘടകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക രംഗം മോശപ്പെടാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ധനം വരുന്ന മാർഗങ്ങൾക്ക് എല്ലാത്തിനും ബുദ്ധിമുട്ടുകൾ ബാധിക്കും, അവ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, രോഗാവസ്ഥകൾ വന്നു വരാൻ സാധ്യതയുണ്ട്. തൊലിപ്പുറം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉദര രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ്. പിന്നെ പറയുകയാണെങ്കിൽ പണം നമുക്ക് അതിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ആവും. അതായിട്ട് ബന്ധപ്പെട്ട് കലഹങ്ങൾ വരും. അത് മുഖേനയൊക്കെ പല രീതിയിലുള്ള വിഷമസന്ധികൾ ഉണ്ടാവും. പല ആൾക്കാരായിട്ട് കലഹിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉള്ള ഒരു സമയമാണ് മകീരം, തിരുവാതിര, പുണർന്ന ആളുകാരുടെ സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് പല വിധേന പ്രശ്നങ്ങളുണ്ടാവും. നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. പല പ്രശ്നങ്ങൾ വന്നു ചേരും. ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങൾ വന്നു ചേരും. ബാധ്യതകൾ വന്നു ചേരും. അനാവശ്യ ചെലവുകൾ വന്നു ചേരും. അതുപോലെ ദൂരെ യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇതിനൊക്കെ ഇരട്ടി ചെലവ് വന്നു ചേരും. അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഉദരമായിട്ട് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ വന്നു ചേരും. തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾ വന്നു ചേരും. ഇങ്ങനെയൊക്കെയുള്ള പല വിധേനയുള്ള രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മിഥുനക്കൂറുകാർക്ക്. അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാന ഘടകം. സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് അതിനൊന്നും പറ്റിയ സമയമല്ല. അതൊക്കെ ബുദ്ധിമുട്ടിലേക്കേ പോവുള്ളൂ, ധനനഷ്ടത്തിലേക്കേ പോവുള്ളൂ. പിന്നെ അനവധി ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തൊഴിൽ മേഖല നോക്കുന്ന ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും. വാഹനമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ, വിഷമസന്ധികളൊക്കെ ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബത്തിൽ അനവധി ലോഹ്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളായിട്ട് ലോഹ്യങ്ങൾ വന്നു ചേരും. കൂടപ്പിറപ്പുകളുടെ ലോഹ്യങ്ങൾ വന്നു ചേരും. ഇത് മുഖേന പല രീതിയിലും ക്ലേശങ്ങളും ആവും. ചിലപ്പോൾ വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകൾ വരും. ഇങ്ങനെയൊക്കെ ബാധിക്കാവുന്ന ഒരു സമയമാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ മകേരം നാളുകാർക്കാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ശരിക്കും അലട്ടും. അവരുടെ വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ബാധിക്കും. അപകടങ്ങൾ ചെറുതായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാൽമുട്ടിന് മേലെയുള്ള ഭാഗങ്ങളിലൊക്കെ അസ്ഥി സംബന്ധമായിട്ട് കാലിന് ബുദ്ധിമുട്ടുകൾ ബാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണേ. നമ്മൾക്ക് ഈ ദുരിതകാലം വന്നു ചേരുമ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊന്നും മോചനം കിട്ടില്ല. അപ്പം അങ്ങനെയുണ്ട്. പലവിധ ബുദ്ധിമുട്ടുകളാണ്. തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ട്, സംരംഭങ്ങളിലെ ബുദ്ധിമുട്ട്, ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട്, പല സുഹൃത്ബന്ധങ്ങളും അകന്നു പോകുന്ന അവസ്ഥ, ധനമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ദുരിതസ്ഥിതി, ബുദ്ധിമുട്ട്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ നാളുകാർ ശരിക്കും ശ്രദ്ധിക്കണം. വെറുതെ അല്ല, ശരിക്കും ശ്രദ്ധിച്ച് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒന്നും അത്യാപത്തിലേക്കും അപകടത്തിലേക്കും പോവാതെ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വിഷമസന്ധിയാവും, അപകടങ്ങളാവും, അത്യാപത്തുകളാവും. ഇവർ ചെയ്യേണ്ട പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ
മഹാദേവന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. കരിക്കഭിഷേകം കഴിക്കുക, ജലധാര കഴിക്കുക, അഘോര മന്ത്രാർച്ചന കഴിക്കുക മഹാദേവന്. അതൊക്കെ വളരെ വിശേഷമാണ്. സാധിക്കുന്ന ആൾക്കാർ ഏറ്റുമാനൂരപ്പൻ്റെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഏറ്റുമാനൂർ പോയിട്ട് അഘോര മന്ത്രാർച്ചന അല്ലെങ്കിൽ പ്രദോഷ പൂജ എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ശമനം ഉണ്ടാവും. ഏറ്റുമാനൂരപ്പന് പ്രദോഷ പൂജ, അഘോര മന്ത്രാർച്ചനയൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്താവിന് അയ്യപ്പനൊക്കെ എള്ളുതിരി നീരാഞ്ജനം എന്നിവ കഴിച്ചിട്ട് പ്രാർത്ഥിക്കുക. പായസം നടത്തി പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. ശബരിമല ദർശനം നടത്താൻ സാധിക്കുന്ന ആൾക്കാർ പോയി ശബരിമല ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതൊക്കെ വളരെ വിശേഷമാണ് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഭഗവതിക്ക് ഭദ്രയ്ക്ക് നെയ്വിളക്ക് അർച്ചന കഴിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. നെയ്വിളക്കും അർച്ചനയും ഭഗവതിക്ക് കഴിച്ച് പ്രാർത്ഥിക്കുക. ഈ 3 വഴിപാടുകൾ കൊണ്ട് കുറേ രീതിയിലുള്ള ആപത്തിൽ നിന്ന് മോചനം കിട്ടും, മുക്തി കിട്ടും. മഹാദേവന് കരിക്കഭിഷേകം, ജലധാര, അഘോരമന്ത്രാർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂരപ്പന് പോയിട്ട് പ്രദോഷ പൂജ കഴിക്കാം, അഘോരമന്ത്രാർച്ചന കഴിക്കാം. അത് വളരെ വിശേഷമാണ്. ഭദ്രയ്ക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ തന്നെ കുറേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക്, സങ്കടങ്ങൾക്ക് മോചനം കിട്ടും. ദുരിതത്തിൽ നിന്നൊക്കെ ശമനം വന്നു ചേരും. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ ശമിച്ചു പോകും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശമനം വരും. ഇതൊക്കെ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും മാറണം. പ്രധാനമായിട്ടും മകേരിയും തിരുവാതിരക്കാർ ശരിക്കും ശ്രദ്ധിക്കുക. അവർക്ക് രോഗാവസ്ഥകളും അപകടങ്ങളൊക്കെ സാധ്യതയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. വെറുതെ പറയില്ല, ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ആപത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകാതെ മുന്നോട്ട് പോകണം. ശ്രദ്ധിക്കണം. എന്നാലും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ആപത്തുകളൊക്കെ നീങ്ങട്ടെ. മഹാദേവനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ശ്രീ മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. ഈ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേറെ ബുദ്ധിമുട്ടും ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.